അയ്യപ്പ സംഗമത്തിൽ പരിപാടി നടത്താത്ത നന്ദഗോവിന്ദം ഭജൻസ് ട്രൂപ്പിന് പണം കൊടുത്തെന്ന പ്രചാരണം പൊളിയുന്നു. നന്ദഗോവിന്ദത്തിന് ദേവസ്വം ബോർഡിൽ നിന്ന് പണം കൊടുത്തിട്ടില്ല. ബില്ല് നൽകിയത് ഇഷാൻ ദേവിന്റെ പരിപാടിക്ക് മാത്രം. നന്ദഗോവിന്ദത്തെ ക്ഷണിച്ചെങ്കിലും തൃശൂരിൽ മറ്റൊരു പരിപാടി ഉള്ളതിനാൽ സംഗമത്തിന് എത്തിയിരുന്നില്ല. പുറത്തു വന്നത് പ്രപ്പോസലിലെ വിവരങ്ങളാണ്. ബിനിൽ ലീല സാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബിനിൽ, നന്ദഗോവിന്ദത്തിന് പണം നൽകി എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. അതിലാണ് ഇപ്പോൾ ഒരു വിശദീകരണം വന്നിരിക്കുന്നത്, ഒരു ക്ലാരിറ്റി വന്നിരിക്കുന്നത് എന്നല്ലേ? സ്വാധീനത തന്നെയാണ്. ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിന് ഒരു പ്രപ്പോസൽ ഉണ്ടാകും. ആ പ്രപ്പോസലിലാണ് നന്ദഗോവിന്ദം ഭജൻസിന്റെ പേര് ഉള്ളത്. അവരെ വിളിക്കാൻ തീരുമാനിച്ചിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആലോചന ഉണ്ടായിരുന്നു. പക്ഷേ അവരെ സമീപിച്ചപ്പോൾ അവർക്ക് ആ ദിവസം വരാൻ കഴിയില്ല, അവർക്ക് തൃശ്ശൂരിൽ മറ്റൊരു പരിപാടി ഉണ്ട് എന്ന് പറയുകയായിരുന്നു. പിന്നീടാണ് പല പേരുകളിലേക്ക് പോകുന്നത്. വൈക്കം വിജയലക്ഷ്മി അടക്കമുള്ള ആളുകളുടെ പേരിലേക്ക് പോയി. ഏറ്റവും ഒടുവിലാണ് ഇഷാൻ ദേവിലേക്ക് വരുന്നത്. ഒരു കാര്യം ശരിയാണ്, 8 ലക്ഷം രൂപയുടെ ഒരു ബില്ലുണ്ട്. ആ ബില്ല് പക്ഷേ ഇഷാൻ ദേവിന്റെ പേരിലാണ്. ഇഷാൻ ദേവാണ് പരിപാടി സംഘടിപ്പിച്ചത്. തത്വമസി എന്ന പേരിൽ ഒരു പ്രോഗ്രാമായി അവതരിപ്പിക്കാമെന്ന് ആലോചിക്കുകയായിരുന്നു. അത് പിന്നീട് അവതരിപ്പിക്കുകയായിരുന്നു. അതിന്റെ ബില്ലാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന പ്രകാരം ഈ ഏജൻസി നൽകിയ ബില്ല് അത് നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരിലല്ല. ഒരു കാര്യം കൂടിയുള്ളത്, അവരെ വിളിക്കുന്നത്, ഈ ഭജൻസിനെ വിളിക്കുന്നത് അന്നപ്പോൾ അത്ര വൈറലായിട്ടുള്ള ആളുകളായിരുന്നില്ല. പ്രത്യേകിച്ച് ഇൻസ്ട്രുമെന്റ് ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് 2 ലക്ഷം രൂപ മാത്രമാണ് അവർക്ക് വകയിരുത്തിയിരുന്നത്. ആ പ്രപ്പോസലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പുറത്തു വന്ന വാർത്തകൾ 8 ലക്ഷം രൂപയുടെ ബില്ല് നൽകി എന്നുള്ളതായിരുന്നു. പക്ഷേ അതല്ല, നൽകിയത് 8 ലക്ഷം രൂപ ബില്ല് അത് ഇഷാൻ ദേവിന് മാത്രമാണ് എന്നാണ് പറയുന്നത്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഏറ്റവും അവസാനം വിജയ് യേശുദാസിന്റെ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അത് 3 പേരാണ് അതിലുണ്ടായിരുന്നത്. ആ പരിപാടിയിൽ 28 ലക്ഷം രൂപയാണ് ആ പരിപാടിക്ക് നൽകാൻ തീരുമാനിച്ചത്. അത്തരത്തിലൊരു ബില്ലാണ് ലഭിച്ചത്. അതിൽ പകുതി തുകയാണ് ഏജൻസി നൽകിയത്. എന്തായാലും പുറത്തു വരുന്ന ഒരു കാര്യം, വോട്ട് റിപ്പോർട്ടിലുള്ളത് ഈ ചിലവാക്കിയ തുകയല്ല, അതൊക്കെ പ്രപ്പോസലിന്റെ ഭാഗമായ ഒന്നാണ്. മറ്റൊന്ന്, ഈ ചില കിടക്കകൾ ഒക്കെ വാങ്ങിയതിൽ തിരിമറി ഉണ്ടായിട്ടുണ്ട്, തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന വാർത്തകൾ പുറത്തേക്ക് വന്നിരുന്നു. ഇപ്പോൾ ഈ ഏജൻസി പറയുന്ന ഒരു കാര്യം, അത് ഒരിടത്തല്ല, പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ഈ കിടക്കകളൊക്കെ ലഭ്യമാക്കിയത്. അത് നിലയ്ക്കലുണ്ട്, പമ്പയിലുണ്ട്, അങ്ങനെ പലയിടങ്ങളിലാണ് ഈ പോലീസുകാർ ഉണ്ടായിരുന്നത്. അവരവിടെയാണ് സ്റ്റേ ചെയ്ത് താമസിച്ചത്. അവിടേക്ക് നൽകിയ കിടക്കകളുടെ എണ്ണമാണ് 100, 50 എന്നിങ്ങനെയൊക്കെയാണ് അത് ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് മാത്രമല്ല ഈ കിടക്കകൾ ഇറക്കിയിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു വിവരമാണ് എന്തായാലും പുറത്തേക്ക് വരുന്നത്. ഒരു കാര്യം ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് പറയുന്നത് ശരിയാണ്. 3 കോടി രൂപയാണ് ഈ ഏജൻസിക്ക് അയ്യപ്പ സംഗമത്തിനായി നൽകിയിട്ടുള്ളത്. ആഗോള അയ്യപ്പ സംഗമത്തിന് ആകെ ചിലവായത് 7 കോടിയിലധികം രൂപയാണ്. ഇതിൽ 3 കോടിയാണ് ദേവസ്വം ബോർഡ് നൽകിയിട്ടുള്ളത്. അത് ദേവസ്വം ബോർഡിന് ഈ സ്പോൺസർമാരിൽ നിന്നും തിരിച്ചു ലഭിച്ചിട്ടുണ്ട്. അതിന്റെ വിവരങ്ങളടക്കം നേരത്തെ മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം ഈ ഏജൻസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. സ്വാതി. ബിനിൽ, ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രചരണമാണ്. സോഷ്യൽ മീഡിയയിലടക്കം ട്രോളുകൾ വരെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ നടക്കാത്ത പരിപാടിക്ക് ഇത്രയധികം പണം നൽകി ആ ബില്ലാണ് പുറത്തു വന്നത്, ആ ബില്ലിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നത് എന്നതടക്കമുള്ള തരത്തിൽ ഉള്ള പ്രചരണം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ വിശദീകരണം പുറത്തേക്ക് വരുമ്പോൾ നന്ദഗോവിന്ദം ഭജൻസിന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ലഭ്യമാണോ? മറ്റ് വിവരങ്ങളൊക്കെ ഏത് രീതിയിലാണ്? ചില സ്വകാര്യ ചാനലുകളൊക്കെ പറയുന്നത് ഈ പ്രവർത്തകരെ ബന്ധപ്പെട്ടപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്ന കാര്യമെന്നാണ് വരുന്ന സോഷ്യൽ മീഡിയ അടക്കം അവർ പറയുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. എന്തായാലും അത്തരത്തിൽ ഒരു പരിപാടി അവിടെ നടന്നിട്ടില്ല. അവിടെ ആഗോള അയ്യപ്പ സംഗമത്തിൽ നടന്ന 2 പരിപാടികൾ, ഒന്ന് ഇഷാൻ ദേവിന്റെ ആയിരുന്നു, മറ്റൊന്ന് വിജയ് യേശുദാസ് നേതൃത്വം കൊടുത്ത ഒരു ഭക്തി ഗാനമേളയായിരുന്നു. അത്തരത്തിൽ 2 പരിപാടികളാണ് അവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ ദിവസം തൃശ്ശൂരിലായിരുന്നു ഈ നന്ദഗോവിന്ദം ഭജൻസിന് പരിപാടി ഉണ്ടായിരുന്നത്. നമുക്കറിയാം, ഇപ്പോഴാണ്, ഈ കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ഈ അടുത്ത കാലത്താണ് വലിയ ഒരു വൈറൽ ഒരു ഭജൻസായി നന്ദഗോവിന്ദം മാറുന്നത്. അവർക്ക് വലിയ തുകയൊക്കെയാണ് ഇപ്പോൾ അവർ ഒരു പരിപാടിക്കായി വാങ്ങുന്നതും. ആ സമയത്ത് അവർ അത്ര പോപ്പുലർ അല്ല, അവർ ഉയർന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് അവർക്ക് പ്രപ്പോസലിൽ, അല്ലെങ്കിൽ ഇവരെ വിളിക്കാം, ക്ഷണിക്കാം, ഒരു 2 ലക്ഷം രൂപ ഇവർക്ക് വകയിരുത്താമെന്ന് പ്രപ്പോസലിൽ ഉണ്ടായിരുന്നു. ആ പ്രപ്പോസലിൽ മറ്റാളുകളുടെ പേരുകളും, ആദ്യം ആലോചിച്ചത് ഇവരുടെ പേരാണ് പ്രപ്പോസൽ ഉണ്ടായിരുന്നത്. പിന്നീട് അവരെ കിട്ടാതായപ്പോൾ വൈക്കം വിജയലക്ഷ്മി അടക്കം സമീപിക്കാനുള്ള ഒരു
ആലോചന ഉണ്ടായിരുന്നു. അത് ആലോചന ആയതുകൊണ്ടാണ് പ്രപ്പോസലിലേക്ക് അത് വരാതിരുന്നത്. പക്ഷേ അവിടെ ലഭിച്ചത് ഇഷാൻ ദേവിനെയാണ്. അവിടെ കൃത്യമായി ഒരു തുക ബില്ല് നൽകിയിട്ടുണ്ടെന്ന് പറയുന്നത് ശരിയാണ്. ആ ബില്ല് നൽകിയത് ഇഷാൻ ദേവിന്റെ പേരിലാണ്. 8 ലക്ഷം രൂപയാണ് അദ്ദേഹം ആ പരിപാടിക്ക് പറഞ്ഞ തുക. അതിൽ 4 ലക്ഷം രൂപ ഏജൻസി നൽകുകയും ചെയ്തതാണ്. ബാക്കി തുക ഇനിയും കൊടുക്കാനുണ്ടെന്ന് ഏജൻസി പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ ഭക്തിഗാനമേള സംഘടിപ്പിക്കുന്നത്. 28 ലക്ഷമാണ് അതിന് ചിലവായ തുക. അതിൽ ബില്ല് ഇവർക്ക് ഏജൻസിക്ക് ലഭിച്ചത് 28 ലക്ഷത്തിൽ ബില്ല് ലഭിച്ചു. അതിൽ 14 ലക്ഷം രൂപയാണ്. പകുതി തുക അഡ്വാൻസ് ആയി നൽകണം, എങ്കിലേ പരിപാടി അവർ അവതരിപ്പിക്കുകയുള്ളൂ. അങ്ങനെ ആ പരിപാടി അവർ അവതരിപ്പിക്കുന്നു. അതിനുശേഷം ഈ ഏജൻസി ഇത്തരത്തിൽ ബില്ല് സമർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളിൽ ചില അവ്യക്തതകളുണ്ട്. നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയുക ഇത് പ്രപ്പോസലിലാണ് ഈ തുകയെല്ലാം വരുന്നത്. ആ പ്രപ്പോസലിലെ കാര്യങ്ങളാകാം ഒരുപക്ഷെ ഓഡിറ്റ് റിപ്പോർട്ടിൽ വന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും ഒരു ഇക്കാര്യത്തിലൊരു വിശദീകരണം ഇപ്പോൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആഗോള അയ്യപ്പ സംഗമത്തിൽ പരിപാടി നടത്താത്ത നന്ദഗോവിന്ദം ഭജൻസിന് പണം കൊടുത്തെന്ന പ്രചാരണം പൊളിയുന്നു. പണം നൽകിയിട്ടില്ല എന്നുള്ള ആ പ്രപ്പോസലിലെ വിവരങ്ങളാണ് ഈ ഒരു സമയത്ത് പുറത്തു വരുന്നത്.